PM ശ്രീ പദ്ധതിയിൽ UDF സർക്കാരിനെ കണക്കിന് വിമർശിച്ച് പ്രസംഗം നടത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ. RSS അജണ്ട കേരളത്തിൽ നടപ്പിലാക്കുവാൻ UDF സർക്കാർ ശ്രമിക്കുകയാണെന്നാണ് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചില പോയിന്റുകൾ ഇങ്ങനെയാണ്. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്നതുകൊണ്ട് പദ്ധതി നടപ്പിലാകണമെന്നില്ല. അതിന് പിന്നെയും പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. പദ്ധതി നടപ്പിലാക്കേണ്ട സ്കൂളുകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. LDF സർക്കാർ പദ്ധതിയിൽ ഒപ്പുവെച്ചുവെങ്കിലും പിന്നീട് മുന്നോട്ട് പോയില്ല. പദ്ധതിയുമായി മുന്നോട്ട് പോകുവാൻ തയ്യാറല്ലെന്ന് LDF സർക്കാർ കേന്ദ്രത്തെ രേഖാമൂലം അറിയിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പദ്ധതി നടപ്പാക്കുന്നതിന് 40% ഫണ്ട് വകയിരുത്തണമെന്ന കാര്യവും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. പിന്നെയും പ്രസംഗം തുടർന്നതിന് പിന്നാലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെട്ടു. സമയം നീണ്ടുപോകുന്നുവെന്നും വിഷയം വേഗത്തിൽ ചുരുക്കണമെന്നുമാണ് സ്പീക്കർ പറഞ്ഞത്. എന്നാൽ വിഷയം ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞ് പിണറായി വിജയൻ പ്രസംഗം തുടരുകയും ചെയ്തതോടെ UDF MLA-മാരുടെ നിയന്ത്രണം നഷ്ടമായി. ഇവർ ശക്തമായി ബഹളം വഹിച്ചതോടെ PM ശ്രീയെ അറബിക്കടലിൽ എറിയണമെന്ന് പറഞ്ഞവന്മാർ സഭയിൽ ഇരിക്കുന്നുണ്ടെന്നായി പിണറായി വിജയൻ. പിന്നാലെ തിരുവഞ്ചൂർ ശക്തമായി ഇടപെട്ടതോടെ പിണറായി വിജയൻ പ്രസംഗം നിർത്തി സഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതിന് ദൃശ്യങ്ങളിലേക്ക് പോകാം. നിയമസഭയിൽ ബഹുമാന്യനായ മന്ത്രിയെക്കുറിച്ച് പറയുമ്പോൾ അവർക്കെന്തോ വിഷമം പോലെ, അവർക്കെന്തോ ഒരു വിഷമം പോലെ സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ, പ്ലീസ് പ്ലീസ്. സാർ, ഇവിടെ ബഹുമാനായ മന്ത്രി അല്ലാതെയുള്ള പ്രസംഗം ദീർഘമായി കേട്ടവരാണ് ഇവിടെയുള്ള പുതിയ അംഗങ്ങൾ ഒഴികെയുള്ള എല്ലാവരും. എത്ര വീറോടെ അദ്ദേഹം സംസാരിക്കുന്ന നാം കേട്ടിട്ടുണ്ട് സാർ. പക്ഷേ ഇന്ന് അദ്ദേഹം വലിയ മനസാക്ഷിത്വത്തോടെയാണ് സംസാരിക്കുന്നതായിട്ടുണ്ട്. ഇതിനെല്ലാം മൂകസാക്ഷിയായി നിന്നുകൊണ്ട് മറുപടി പറയേണ്ടി വന്നല്ലോ എന്ന ഒരു വിഷമബോധം അദ്ദേഹത്തിൻ്റെ മറുപടിയിലാകെ കാണാൻ കഴിയുന്നത്. സർ, ഇവിടെ PM ശ്രീ വിഷയത്തിൽ ലജ്ജാകരമായ കീടങ്ങളാണ് ഇപ്പോഴത്തെ സർക്കാർ നടത്തിയത്. സർ, ഞാൻ സംസാരിക്കാതിരിക്കുന്ന സമയം അപ്പുറം ബഹളം വരുമ്പോഴായിരിക്കും. അപ്പൊ അത് എന്റെ സമയത്തിൽ കൂട്ടാൻ പാടില്ല. ഇവിടെ ഞാൻ പറഞ്ഞത് UDF സർക്കാർ ഈ PM ശ്രീ വിഷയത്തിൽ ലജ്ജാകരമായ കീടങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നാണ്. സർ, ഇവിടെ ഓർമ്മയില്ലേ, അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കിക്കളിയെന്ന് പറഞ്ഞിരുന്നില്ലേ? എവിടെ പോയി നാക്ക്? എന്താ ഇപ്പൊ അതിനെക്കുറിച്ച് പറയാത്തത്? എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു മുഴക്കിയിരുന്നത്? സർ, ഇവിടെ ഒരു മാസത്തിനുള്ളിൽ മുൻ നിലപാടുകളാകെ മാറുകയാണ്. മാത്രമല്ല, ഒരു തരത്തിലുള്ള ആ പദ്ധതിയുടെ വക്താക്കളായി മാറുന്നതാണ് കാണുന്നത്. സർ, ഇവിടെ എന്താണ് ഇത്തരമൊരു നിലപാട് മാറുന്നതിനുണ്ടായ കാരണം? അതിൻ്റെ ജാള്യത വലിയ തോതിൽ അപ്പുറം ബാധിക്കുന്നുണ്ട്. എന്തോ ഇടക്ക് പറഞ്ഞല്ലോ, നേരെ പറയലാണല്ലോ നമ്മൾ തമ്മിലുള്ളൊരു ശീലം. വെറുതെ ഇരുന്നിടത്ത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അങ്ങ് പ്രൊസീഡ് ചെയ്തോളൂ പ്ലീസ്. ഞാൻ പ്രൊസീഡ് ചെയ്യാണ് സാർ. ഞാൻ അങ്ങേ അനുസരിച്ചുകൊണ്ട് പ്രൊസീഡ് ചെയ്യുകയാണല്ലോ ഞാൻ. സർ, ഇവിടെ ബഹുമാനായ മന്ത്രി നല്ലതുപോലെ ശ്രമിച്ചത്, ഞങ്ങളിപ്പോൾ വിഷമത്തിലായത് മുൻ സർക്കാർ ഒരു ധാരണാപത്രം ഒപ്പിട്ടു, അതുകൊണ്ട് വേറെ യാതൊരു വഴിയുമില്ല, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോക്ക് മാത്രമേ ഞങ്ങളുടെ മുന്നിൽ വഴിയുള്ളൂ. ഇതാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. സർ, ഈ പറയുന്ന ധാരണാപത്രം 2025 ഒക്ടോബർ മാസം മുതൽ 8 മാസം പിന്നിട്ടിരിക്കുന്നു ഒപ്പിട്ടിട്ട്. ഇതേവരെ നമ്മുടെ സംസ്ഥാനത്ത് ഈ പറയുന്ന പദ്ധതി നടപ്പായിട്ടില്ല. അതൊരു വസ്തുതയാണല്ലോ. ഇത് നടപ്പാക്കിയിട്ടില്ല എന്നത് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയ കാര്യമാണല്ലോ. കേരളത്തിലെ PM ശ്രീ നടപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്നെല്ലാവരും പറഞ്ഞത്. നടപ്പാക്കിയിട്ടില്ല എന്ന് തന്നെയാണല്ലോ കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. സർ, ഇവിടെ 2026 മെയ് 8 കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അയച്ച കത്ത് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. സർ, അതിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ
അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണല്ലോ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നാം ശ്രദ്ധിക്കേണ്ടത് PMC പദ്ധതിയുടെ കാലാവധി തീരാൻ ഇനി കുറഞ്ഞ സമയം മാത്രമാണുള്ളത്. അതുകൊണ്ട് SSK ഫണ്ട് തടഞ്ഞു വെച്ച വിവരങ്ങൾ അറിയില്ല തോന്നുന്നു. SSK ഫണ്ട് തടഞ്ഞു വെച്ച് അതിൻ്റെ ഭാഗമായി കിട്ടേണ്ട തുക നിർത്തിവെച്ചത് നമ്മുടെ എല്ലാം ശ്രദ്ധയിലുള്ളതാണല്ലോ. സർ, PMC പദ്ധതി വഴി കേന്ദ്രത്തിന് എന്തെങ്കിലും പണം ലഭിച്ചിട്ടുണ്ടോ? ഒരു പൈസയും ഇതേവരെ കേരളം അതുമായി ബന്ധപ്പെട്ട് വാങ്ങിയിട്ടില്ല. ഒരു PMCയുടെ ഭാഗമായി കേരളം വാങ്ങിയിട്ടില്ല. സർ, PMC പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പശ്ചാത്തല സൗകര്യ വികസനമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ തരത്തിലുള്ള പദ്ധതി നാം നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ വീണ്ടും ഒരു 40% മുടക്കി നമ്മൾ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വല്ലാതെ ശ്രമിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ PMC പദ്ധതിയുടെ കാര്യത്തിൽ തുടക്കം മുതൽ 2022 മുതൽ അതുമായി ബന്ധപ്പെട്ട് അംഗീകരിക്കാത്ത സമീപനമാണ് LDF സർക്കാർ സ്വീകരിച്ചിരുന്നത്. സർ, പക്ഷേ സംഭവിച്ചത് അതിൻ്റെ പേര് സമഗ്ര ശിക്ഷ കേരളത്തിൽ ലഭിക്കേണ്ട 1158. That pizza craving? It starts with melted cheese, ends with a happy last slice. Pizza at only 99 rupees. സർ, അന്ന് അതിനെതിരെ നാം എല്ലാം ഒന്നിച്ച് ശബ്ദമുയർത്തേണ്ടതാണ്. പക്ഷേ മറ്റ് കാരണങ്ങളാൽ അതുമായി ഒന്നിച്ചു നിൽക്കാൻ അന്നത്തെ പ്രതിപക്ഷം തയ്യാറായില്ല എന്നത് അങ്ങേക്കും അറിയാവുന്ന കാര്യമാണ്. PMC പദ്ധതി എന്നത് BJPയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. അവർ നിർദ്ദേശിക്കുന്ന പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കലാണ് സംഘപരിവാറിന്റെ അജണ്ട. സർ, NEP RSS മുഖപത്രമായ ഓർഗനൈസർ തന്നെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ 2022 മുതൽ അതിനോട് വ്യക്തമായ വിയോജിപ്പാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. ആ അജണ്ടയ്ക്ക് മുന്നിൽ നിർലജ്ജം കീഴടങ്ങാനാണോ UDF സർക്കാർ ഇപ്പോൾ തയ്യാറാകുന്നത് എന്നതാണ് നാടിന് മുന്നിൽ ഉയരുന്ന ചോദ്യം. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ വാദങ്ങളെല്ലാം വിഴുങ്ങുകയാണ്. സർ, വല്ലാത്തൊരു ഒത്തുകളി. ഇത് രഹസ്യമായല്ല, ഇതെല്ലാം പരസ്യമായി കഴിഞ്ഞിരിക്കുന്നു. സർ, വർഗീയ അജണ്ടകൾക്ക് മുന്നിൽ ഒരിക്കലും ഞങ്ങൾ LDF തലകുനിച്ചിട്ടില്ല. NCERT വെട്ടിമാറ്റിയ, ഞാൻ അവസാനിപ്പിക്കുക, വെട്ടിമാറ്റിയ ഗാന്ധിവധം, അതേപോലെ തന്നെ മുഗൾ ചരിത്രം, ഇതെല്ലാം അഡീഷണൽ പാഠപുസ്തകങ്ങളാക്കി കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള അവസരമൊരുക്കിയത് LDF സർക്കാരായിരുന്നു. സർ, അതുപോലെ തന്നെ NBക്കെതിരെയുള്ള ഉദാത്തമായൊരു മാതൃകയാണ് കേരളം സ്വന്തമായി ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ ചട്ടക്കൂട് രൂപീകരിച്ചത്. സർ, ഇതൊക്കെ UGCയുടെ 2025 ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന് കേന്ദ്രത്തെ രേഖാമൂലം അറിയിക്കാൻ ആർജവം കാണിച്ച സർക്കാരായിരുന്നു LDF സർക്കാർ. സർ, ഞാൻ സമയം പോയതുകൊണ്ട് MGVCയുടെ കാര്യം പറയുന്നില്ല. അവിടെ 19 BJPക്കാരെ തിരികെ കയറ്റിയ പ്രശ്നം പറയുന്നില്ല. അത്തരം കാര്യങ്ങളിൽ വലിയ മൗനം നിങ്ങളെ സർക്കാർ പാലിച്ചതിനെക്കുറിച്ചും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതെല്ലാം വിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരണത്തിൻ്റെതായ പുതിയ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് നാം കാണണം. സർ, കേരളം ആശങ്കപ്പെടുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ RSS അജണ്ടയെ ചെറുത്തുനിന്ന കാലം സർക്കാർ തലത്തിൽ അവസാനിക്കുകയാണോ? എന്നാൽ കേരളം അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഈ നിലപാടിൽ, സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് നടത്തുകയാണ്. സാർ, വളരെ ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നമാണ്. നടന്നല്ലോ സാർ, വളരെ ഗൗരവമായൊരു പ്രശ്നമാണ്. സഭ